ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളിപ്പോൾ യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നും കേൾക്കേണ്ടത് എന്നുള്ളൊരു ഷോർട്ട് മെസ്സേജ്. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് ഓടി വരും കേട്ടോ. യൂണിവേഴ്സ് ഏഞ്ചൽസ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. എന്തൊക്കെയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കളക്റ്റീവ് മെസ്സേജസ്? ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ, sixth one, seventh one, ഒരു ഡബിൾ എനർജി ആണല്ലോ ഇവിടെ കൂടുതലായിട്ടും എനിക്ക് കാണാൻ പറ്റുന്നത്. വളരെയധികം ഒരു വിഷമകരമായൊരു സിറ്റുവേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഫിനാൻസിന് വേണ്ടി നിങ്ങളെ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്ത ഒരു എനർജി കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പലതിനും വേണ്ടി നിങ്ങളെ ചൂസ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ തോന്നിയവർ അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്തവരാണ് ഈ വീഡിയോ കാണുന്നവർ അധികവും എന്ന് ഫീൽ ചെയ്യുന്നു. ആൻഡ് വളരെ കുറച്ച് ശതമാനം പേർക്കും മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമാണോ എന്നുള്ളൊരു സംശയവും ഡൗട്ടും കൂടി അടങ്ങിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനായിട്ടും ഫീൽ ചെയ്യുന്നു. നിങ്ങളോട് പറയാനുള്ളത് ഗൈസ്, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം, നിങ്ങൾ നേരത്തെ ചീറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള ഒരു എനർജിയിലിരിക്കുന്ന വളരെ കുറച്ച് ശതമാനമുണ്ട്, ഇല്ല എന്നല്ല. അവർ സൂക്ഷിക്കുക. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഏത് രീതിയിൽ വരുന്നു, എങ്ങനെ പോകുന്നു എന്നൊക്കെ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. ഏതൊക്കെ രീതിയിൽ നമ്മുടെ ലൈഫിലേക്ക് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷനിലും നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ആർക്കും എടുത്തിട്ട് കളിക്കാനുള്ള ഒരു കളിപ്പാവകളല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കാനും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പറയാനും ഒക്കെ വേണ്ടിയിട്ട്. മനസ്സിലായോ? ആൻഡ് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തികളാണ്, ഒരുപാട് സ്നേഹം കൈമാറിയിട്ടുള്ള വ്യക്തികളാണ്. ഏതൊക്കെ രീതിയിൽ പറഞ്ഞാലും
എങ്ങനെയൊക്കെ സ്നേഹിക്കാൻ കഴിവുണ്ടോ അങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇതെന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അവരോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു മറുപടി ചോദിച്ചാൽ, ഒരു റിപ്ലൈക്ക് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുക എന്നല്ലാതെ അതിൽ കൂടുതൽ നിങ്ങൾക്കൊരു മറുപടി, ഒരു റിപ്ലൈ ഒന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഒന്നും നേടാൻ പറ്റുന്നില്ല. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് വിഷമിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിഷമിച്ച് പോകാനായിട്ടുള്ള വളരെ വലിയൊരു കാര്യം തന്നെയാണ് അത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അപ്പം അതിൻ്റെ ഇടയിൽ മീറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇദ്ദേഹം, അല്ലെങ്കിൽ ഈ ഒരാൾ, അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർ. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയോ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അനുഭവിക്കാനായിട്ട് ഇടവരുമ്പോൾ നിങ്ങളുടെ ലൈഫിനെ വളരെ ഹാപ്പി ആയിട്ട് കണ്ടിട്ടുള്ള നിമിഷങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇദ്ദേഹം എന്ന് പറയുന്നത് ആസ് എ ഗേൾ എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോഴാണ് ഞാൻ ഇദ്ദേഹം എന്ന് പറയുന്നത്. അത് നിങ്ങൾ നോക്കണ്ട, അത് ഇദ്ദേഹം ആവാം, ഇദ്ദേഹം ആവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഭയങ്കരമായിട്ടുള്ള ഒരു നിങ്ങളുടെ പ്രോബ്ലം. ആ ഒരു പ്രോബ്ലം നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് നീറിപ്പോകിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമോ, അല്ലെങ്കിൽ മറ്റൊരു റിലേഷനിലായോ എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് കിടന്ന് കളിക്കുന്നുണ്ട്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കും പോകില്ല. വളരെ അതിനുള്ളൊരു യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. വളരെ 99.9% അവർ മറ്റൊരു റിലേഷൻഷിപ്പിന് യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല. കാരണം ദെയർ മെയിൻ ഇൻറ്റൻഷൻ ഈസ്, നിങ്ങളാണ് അവരുടെ മെയിൻ ഇൻറ്റൻഷൻ, നിങ്ങളാണ് അവരുടെ മെയിൻ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. നിങ്ങളില്ലെങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള ഒരു ജീവിതമില്ല, നിങ്ങളില്ലെങ്കിൽ അവർക്ക് മുന്നോട്ടൊരു ലൈഫില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ നടക്കുന്ന വ്യക്തികളാണ് അവർക്കൊരിക്കലും ഒന്നിനെയും ചെറുതാക്കി കാണാനോ അല്ലെങ്കിൽ ഒന്നിനെയും സിംപ്ലീകരിക്കാനോ പറ്റില്ല. കാരണം അവർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും, അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ വളരെ കുറച്ച് പെർസെൻറ്റേജുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകൾ, നിങ്ങളെ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നിട്ടുള്ള ആളുകൾ കുറച്ചധികം ഉണ്ട്. അവരെ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടോക്സിക് ആണോ അല്ലയോ എന്നുള്ളത് മൂൺ ഗോഡസ് ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ടോക്സിക് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ടോക്സിക് റിലേഷൻഷിപ്പ് അബൌട്ട് മൂൺ ഗോഡസ് ചാനലിൽ നിന്ന് അടിച്ചു നോക്കിയാൽ മതി, കാണാൻ പറ്റും. അപ്പം നിങ്ങളുടെ ആ ഒരു സംശയം ഒട്ടും ശരിയല്ല. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റൊരാളെ മനസ്സിൽ കൊണ്ടു നടക്കാൻ പോയിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഉള്ളൊരു ശേഷിയില്ല അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക്. കാരണം എന്താ വെച്ചാൽ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് ഈ ലൈഫിൽ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് നിങ്ങളല്ലാതെ മറ്റൊരു ലൈഫ് ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളാണ് അവരുടെ ഫൗണ്ടേഷൻ. നിങ്ങളുടെ ഓരോ മൂമെൻറ്റും, നിങ്ങളുടെ ഓരോ ചലനവും നിങ്ങളെ ആരാധിച്ച് അഡ്മയർ ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളാണ് അവർ. അപ്പം ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുണ്ടാവില്ല. അത് അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങൾ, ജോബ് ഇഷ്യൂസ്, ആ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളിൽ അവർ സ്റ്റക്ക്ഡാണ്. ഓക്കെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പ്രശ്നങ്ങളിൽ അവർ തിങ്ങി തിരങ്ങി പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിൽ കൂടെ ഒക്കെ അവർ കടന്നു പോവാണ്. അതാണ് നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്തത്. അല്ലാതെ നിങ്ങളോട് സ്നേഹക്കുറവ്, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, മനസ്സിലായി? എനിക്ക് അവർ എനർജി ശരിക്കും കിട്ടുന്നുണ്ട്, ഭയങ്കര ഇഷ്ടം നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല. അപ്പോൾ ഈ റീഡിങ്ങിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ക്ലെയിം ചെയ്യുക, നിങ്ങളുടെ ലവറിൻ്റെയും പേര് മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമ്മുടെ 3 ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഐക്കാർട്ടിൽ നമ്മൾ പുതിയ വീഡിയോസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. See you.